ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Good morning, dear students. It's a fact that all of us are facing lot of problems due to the spreading of COVID-19. One among them is the disturbance in our educational system. Anyway, we have to overcome all the worst situations. That is why we have selected this online medium to communicate with you. We have to say thanks to the management for restarting the classes once again. Students, before this break, I was discussing with you about on killing a tree. This is a poem written by Giyu Patel. Who is Giyu Patel? Where is he born and brought up? That already we have discussed. ഇതെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗിയു പട്ടേൽ ആരാണെന്നും എവിടെയാണ് ജനിച്ചു വളർന്നതെന്നും. എന്നാലും ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് കൂടെ അക്കാര്യം ഡിസ്കസ് ചെയ്യാം, അക്കാര്യം നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഓൺ കില്ലിംഗ് എ ട്രീ. കില്ലിംഗ് എ ട്രീ ഈസ് എ പോയം റിട്ടൺ ബൈ ഗിയു പട്ടേൽ. ഹി ഈസ് ബോൺ ഇൻ മുംബൈ ആൻഡ് സ്റ്റഡീഡ് ഇൻ ഡിഫറെൻറ്റ് സ്കൂൾസ് ആൻഡ് കോളേജസ് ഇൻ മുംബൈ. ജനിച്ചതും വളർന്നതുമൊക്കെ ബോംബെയിലാണ്. ഹി ഈസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ. He is a well-known poet. Okay, we will study about Giyu Patel. Who is Giyu Patel? Giyu Patel is one of the prominent Indian writers in English. Well-known, അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ് ഗിയു പട്ടേൽ. He was born in Mumbai and educated at Xavier's High School and Grand Medical College, Mumbai. He is employed as a medical practitioner in Mumbai at present and conducts workshops of poetry for students. ഗിയു പട്ടേൽ ജനിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാണ്. ഒരു ഡോക്ടറാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പല വർക്ക്ഷോപ്പുകളും പോയമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള അല്ലെ പോയിട്ടറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക്ഷോപ്പും നടത്തിയിട്ടുണ്ട്. പട്ടേൽ ബിലോങ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഹു ഹാവ് സബ്സ്ക്രൈബ്ഡ് ദംസെൽസ് ടു ദ ഗ്രീൻ മൂവ്മെൻറ്റ് വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ആൻ എഫർട്ട് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. അത് പ്രകൃതി സംരക്ഷണം, അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ഗിയു പട്ടേൽ. ഓൺ കില്ലിംഗ് എ ട്രീ, ദിസ് ഈസ് അവർ പോയം. നമ്മൾ പഠിക്കാൻ പോകുന്ന പോയാണ് കില്ലിംഗ് എ ട്രീ. ആ പോയത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ പോയംസ് വിച്ച് വാസ് ലോഞ്ച്ഡ് ബൈ ദ ഫേമസ് പോയറ്റ് നിസീം എഴിക്കൽ. ഇത് എടുത്തിട്ടുള്ളത് ഒരു കളക്ഷൻ ഓഫ് പോയത്തിന് പേര് തന്നെയാണ് പോയംസ്. പോയംസ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഓൺ കില്ലിംഗ് എ ട്രീ ഡിസ്ക്രൈബ്സ് മാൻസ് ക്രൂവൽറ്റി ടു ട്രീസ്. എന്താണ് കില്ലിംഗ് എ ട്രീ പറയുന്നത്? അവിടെ മനുഷ്യരുടെ ക്രൂരത, മരത്തിനോടുള്ള മനുഷ്യരുടെ ക്രൂരതയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. ഇൻ അനിഹിലേറ്റിംഗ് ദ ട്രീ ഈസ് മൈന്യൂട്ട്ലി പോർട്രേഡ് ഇൻ ദ പോയം. അനിഹിലേറ്റിംഗ് എന്ന് വെച്ചാൽ ഡിസ്ട്രോയ്, നശിപ്പിക്കുക. ഒരു
മരത്തിനെ നശിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. മൈന്യൂട്ട്ലി പോർട്രേ ദ പോയം, ഇവിടെ വിശേഷിപ്പിക്കുന്നത്, ഇവിടെ നമ്മൾ എടുത്തു കാണിക്കുന്നത്, ഈ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെ പോയത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഒരു മരത്തിനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ദ ട്രീ ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് ദ എർത്ത്. ഇറ്റ് ഹാസ് ബിക്കം സ്ട്രോങ് അബ്സോർബിങ് എയർ വാട്ടർ ആൻഡ് സൺഷെയ്ൻ. ഒരു മരം വളരുന്നത് അത് ഭൂമിയിൽ അതിൻ്റെ വേര് അടിയിലേക്ക് താഴ്ന്നിറങ്ങുന്നു. ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് അത് വളരുന്നത്. അപ്പം ഒരു ട്രീ അബ്സോർബ്സ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ നിന്ന് വായു ആഗിരണം ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. വെള്ളവും വളവുമൊക്കെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നു. സോ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ ആൻഡ് അബ്സോർബിങ് എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ നിന്നാണ് എയർ എടുക്കുന്നത്. ആക്ച്വലി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ചെടിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? വെള്ളം വേണം, വളം വേണം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അത് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും. പിന്നെ ആരുടെ സാന്നിധ്യത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അത് നമ്മൾ സയൻസിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളൊരു വേർഡ്. അത് എല്ലാ കുട്ടികളും ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ്, ഫോട്ടോസിന്തസിസ്. അങ്ങനെ ഒരു ട്രീ, ഒരു മരം ഭൂമിയിൽ വളർന്ന് വലുതായിട്ട് പന്തലിച്ച് വരുന്നു. മനുഷ്യരെന്താ ചെയ്യുന്നത്? മനുഷ്യർക്ക് ഇതിൻ്റെ വില അറിയാം. ദേ നോ ദ വാല്യൂ ഓഫ് ദ ട്രീസ്. മരങ്ങളുടെ വില അറിയാം. എന്നാലും അറിയാമെങ്കിലും വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ ഡിസ്ട്രോയിങ് ദ ട്രീസ്. ദേ ആർ കട്ടിങ് ദ ട്രീസ്. സിംപ്ലി കട്ട് മാത്രമാണോ ചെയ്യുന്നത്? അവരതിനെ കട്ട് ചെയ്യുന്നു, അതിനെ നിലത്തിടുന്നു. പിന്നെ അവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുക? അത് അവിടെ മണ്ണിൽ കിടന്ന് സൂര്യപ്രകാശവും സൂര്യൻ്റെ വല്ലാത്ത ചൂടേറ്റു, പിന്നെ മഴയേറ്റു, പിന്നെ അതിൻ്റെ കളറ് മങ്ങി. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഈ മനുഷ്യരെന്താ ചെയ്യുക? അതിൻ്റെ മേൽ പല കെമിക്കൽസ് അപ്ലൈ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ കളറ് മാറ്റുന്നു, പിന്നെ അവർ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പൈസയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് വെൽത്തിനോട് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ഈ മരങ്ങളെ മുറിച്ചു മാറ്റുന്നു. മാൻ ഈസ് നോട്ട് അൺഅവെയർ ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രീ ഇൻ ലൈഫ്. മനുഷ്യന് അറിയാഞ്ഞിട്ടല്ല, എല്ലാവർക്കും അറിയാം മരത്തിൻ്റെ ആവശ്യം എന്താണുള്ളത്. മനുഷ്യർക്ക് മരത്തിൻ്റെ വളരെ ആയിട്ടുള്ള മീൻസ് അത്യാവശ്യമുള്ള കാര്യമാണ് മരങ്ങൾ. കാരണം നമ്മളുടെ ജീവൻ നിലനിൽക്കുന്നത് മരങ്ങളെ ആശ്രയിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദീസ് ട്രീസ്, എനി പ്ലാന്റ്സ് ഗീവ്സ് അസ് ഓക്സിജൻ. ഓക്സിജൻ നമ്മളുടെ പ്രാണവായുവാണ്. ഇപ്പോഴും നമ്മൾ കൊറോണ സമയത്ത് ഓക്സിജനെ പറ്റി ഒരുപാട് കേൾക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും ഈ മരങ്ങൾ എത്ര അധികം നമ്മളെ ജീവിതത്തിൽ ആവശ്യമുള്ള സാധനമാണ്. വി കനോട്ട് ലീവ് വിത്തൗട്ട് ഓക്സിജൻ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കൊറോണ സമയത്ത് ഓക്സിജൻ ഷോർട്ടേജ് വരുന്നതും പിന്നെ സിലിണ്ടർ നിറയ്ക്കുന്നതും കൊണ്ടുപോകുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വി നോ അബൌട്ട് ദ ട്രൂത്ത്. നമുക്ക് എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുള്ള കാര്യം, സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയാം. പക്ഷേ എന്നാലും മനുഷ്യർ ഇതിനെ ഉപദ്രവിക്കുന്നു, നശിപ്പിക്കുന്നു. ബട്ട് ഹിസ് ഗ്രീഡ് ഫോർ വെൽത്ത് ഹാസ് മെയ്ഡ് ഹിം അട്ടർലി കോളസ് ആൻഡ് ഇൻസെൻസിറ്റീവ്. നമുക്ക് ഇതെല്ലാം അറിയാമെങ്കിലും നമ്മളൊരു സിമ്പതി ഇല്ലാതെ, ഒരു ദയയില്ലാതെ, ഇവിടെ കോളസ് എന്ന് വെച്ചാൽ അൺസിമ്പത്തറ്റിക് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമുക്കൊരു ദയയില്ലാതെയാണ് നമ്മൾ ഈ മരങ്ങളോട് പെരുമാറുന്നത്. ഓക്കെ, ദോ ദ പോയം പ്രൊവൈഡ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ഡിസ്ട്രോയിങ് ദ ട്രീ, ഇറ്റ് ഇംപ്ലൈഡ് മെസ്സേജസ് എഗെയിൻസ്റ്റ് കില്ലിങ് ട്രീസ്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ കട്ട് ചെയ്യുന്നതും നിലത്തിടുന്നതും കളർ മാറ്റുന്നതും ഒക്കെ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ ഇവിടെ കൊടുക്കുന്ന ഒരു മെസ്സേജ്, വട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ പോയം? ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ കില്ലിങ് ട്രീസ്. മരങ്ങളെ കട്ട് ചെയ്യുന്നതിന് എതിരായിട്ടുള്ളൊരു സന്ദേശമാണ് ഈ പോയം നമ്മളോട് പറയുന്നത്, റീഡേഴ്സിനോട് പറയുന്നത്. മരങ്ങളെ കൊല്ലുന്നതിന് എതിരായിട്ടുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. പക്ഷേ വർണ്ണിക്കുന്നത്, അതിൽ വിശദീകരിക്കുന്ന, അല്ലെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് മരങ്ങളെ നശിപ്പിക്കുക എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദ പോയം അണ്ടർലൈൻസ് ദ റിസൈലൻസ് ഓഫ് നേച്ചർ ഇൻ സ്പൈറ്റ് ഓഫ് ഹ്യൂമൻ വയലൻസ് എഗെയിൻസ്റ്റ് ഇറ്റ്. പട്ടേൽ എംപ്ലോയ്സ് ഐറണി ആൻഡ് സർക്കസം ടു കൺവേ ഹിസ് ആങ്കർ എഗെയിൻസ്റ്റ് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ. ഇവിടെ ഗീവ് പട്ടേലിൻ്റെ ദേഷ്യമാണ് കാണിക്കുന്നത്. എന്തിനോട്? ഈ മരങ്ങളെ മുറിക്കുന്നത് കൊണ്ടുള്ള
ദേഷ്യം മിക്കവാറും കവികൾക്ക്, പോയറ്റ്സിന് ആണ് ഈ പ്രകൃതിയോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും. എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും, പക്ഷേ പോയറ്റ്സ് അത് കൂടുതലായിട്ട് കാണിക്കും. അപ്പം അവർ എന്താണ് പറയുന്നത്? ഈ മരങ്ങളെ വെട്ടിമുറിക്കാൻ പാടില്ല. അത് മരങ്ങളെ മുറിക്കുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് ഈ ഗിവ് പട്ടേൽ ഇവിടെ കൊടുക്കുന്ന മെസ്സേജ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു കിൽ എ ട്രീ. നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ് വിൽ ഡു ഇറ്റ്. ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി, consuming the earth, rising out of it, feeding upon its crest, absorbing years of sunlight, air, water, and out of its leprous hide sprouting leaves. Once again, I will read the paragraph. Stanza. It takes much time to kill a tree. ഒരുപാട് സമയമെടുക്കും ഒരു ട്രീയെ കൊല്ലാൻ, ഒരു മരത്തിനെ കൊല്ലാനായിട്ട്. കൊല്ലുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ കവി ഗിവ് പട്ടേൽ ഒരു മരത്തിനെ മനുഷ്യരുമായിട്ടാണ് തുല്യം ചെയ്യുന്നത്. ആനിമൽസിനാണ് നമ്മൾ കൊല്ലുക എന്ന് ഉപദേശിക്കുന്നത്. കില്ലിങ് ആൻ ആനിമൽ, കില്ലിങ് എ മാൻ, അങ്ങനെ ഉദ്ദേശിക്കുന്നത് ജീവജാലങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആക്ച്വലി പ്ലാന്റ്സും ജീവജാലം തന്നെയാണ്. അത് നല്ലോണം അറിഞ്ഞിട്ടാണ് ഗിവ് പട്ടേൽ പറയുന്നത് കിൽ എ ട്രീ. ഇറ്റ് ടേക്സ് മച്ച് ടൈം, ഒരുപാട് സമയമെടുക്കും ഒരു മരത്തിനെ കൊല്ലാൻ. വെറുതെ കട്ട് ചെയ്ത് ഇടുക എന്ന് വെച്ചാൽ മരം മരിക്കുന്നില്ല. നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ്, ഒരു കത്തി കൊണ്ട് വെറുതെ ഒരു വെട്ട് കൊടുത്താൽ അത് മരത്തിന് നമുക്ക് കട്ട് ചെയ്യാൻ, മുറിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് ദ എർത്ത്, റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഇത് എവിടെ നിന്നാണ് വെളിയിൽ വരുന്നത്? ഇത് മണ്ണിനടിയിൽ നിന്നാണ് വെളിയിൽ വരുന്നത്. മണ്ണിൻ്റെ പുറമേ അല്ല, അതിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അടിയിലേക്ക്, താഴെത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. കാരണം അതിന് വെള്ളമൊക്കെ വളമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം താഴെത്തട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് താഴേക്ക് പോകുന്ന വേരുകൾ അത് നല്ലോണം ഗ്രിപ്പ്, നല്ലോണം പിടിച്ചിരിക്കുകയാണ് മണ്ണിൽ. റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്, ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രെസ്റ്റ്, അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ. ഇതെവിടെ നിന്നെല്ലാം അബ്സോർബ് ചെയ്യണം? എന്തൊക്കെയാണ് ആഗിരണം ചെയ്യുന്നത്? സൂര്യപ്രകാശവും എയറും വാട്ടറും എല്ലാം ആഗിരണം ചെയ്തിട്ട് ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ് ലെപ്രസ് ഹൈഡ് സ്പ്രൗട്ടിങ് ലീവ്സ്. ലെപ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ലെപ്രസി ഒരു അസുഖമുണ്ട്, അതിൻ്റെയാണ് ലെപ്രസ് എന്നുള്ളൊരു വേർഡ് എടുത്തിരിക്കുന്നത് ഇവിടെ. ലെപ്രസി എന്ന് വെച്ചാൽ കുഷ്ഠരോഗം എന്നൊരു അസുഖമാണ്. അത് വരുന്നവർക്ക് അവരുടെ സ്കിന്നിൽ സ്കിന്നിൻ്റെ മുകളിൽ ഒരു റാഷസും അങ്ങനെ കുറച്ച് ഒരു ഡിസ്ഫിഗേർഡ്, അല്ലെങ്കിൽ സ്കിന്ന് ഒരു വല്ലാതെ നമ്മൾക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഈ മരത്തിൻ്റെ തടീൻ്റെ മുകളിലുള്ള അതിൻ്റെ സ്കിന്ന്, അതിനെ അങ്ങനെ അനുഭവിച്ചിരിക്കുക, അല്ലെങ്കിൽ അതിനായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സ്പ്രൗട്ടിങ് ലീവ്സ്, എവിടെ നിന്നാണ്? ഈ തടിയിൽ നിന്നാണ് പുതിയ പുതിയ ഇലകൾ വരുന്നത്. അപ്പം ഈ ഫസ്റ്റ് സ്റ്റാൻസ ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. See, actually, Giv Patel is a famous Indian writer in English. Who is Giv Patel? He is a famous Indian writer. His poems deal with his concerns for nature, human life, social inequalities and so on. അത് നമ്മുടെ ഈ പ്രകൃതിയെ, മനുഷ്യൻ്റെ ജീവിതത്തിനെ, എല്ലാത്തിനെ പറ്റി അയാൾ കൺസേൺ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അയാൾ ചിന്തിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ഓൺ കില്ലിങ് എ ട്രീ ഈസ് വൺ ഓഫ് ഹിസ് നോട്ടബിൾ പോയംസ് ടേക്കൺ ഫ്രം ഹിസ് വർക്ക് പോയംസ് എന്നുള്ള ഒരു വർക്ക് അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കില്ലിങ് എ ട്രീ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസിനെ വായിച്ചതിൻ്റെ മീനിങ് പറയാം. ദ ഓപ്പണിംഗ് ലൈൻ ഓഫ് ദ പോയം, ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു കിൽ എ ട്രീ, ഈസ് വെരി സിമ്പിൾ ആൻഡ് അറസ്റ്റിംഗ്. ദിസ് പോയം പ്രസൻറ്റ്സ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് ഡിസ്ട്രോയിങ് എ ട്രീ കംപ്ലീറ്റ്ലി. ഓരോ സ്റ്റെപ്പായിട്ടാണ് ഈ ട്രീനെ കൊല്ലുന്നത്. അത് മൊത്തമായിട്ട് ഈ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അല്ലെ വിശദീകരിച്ചിട്ടുണ്ട്. ഗിവ് പട്ടേൽ സേസ് ദാറ്റ് ട്രീസ് ഗ്രോ വെരി സ്ലോലി ബൈ കൺസ്യൂമിങ് ദ എർത്ത്, അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ്. ദേ ഗ്രോ ഹൈ ആൻഡ് സ്ട്രോങ്. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, കുറേ അധികം സമയമെടുക്കും. നമ്മളൊരു ചെടി കൊണ്ട്, ഒരു സീഡ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിത്ത് കൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് വർഷങ്ങളെടുക്കും. ഇപ്പോൾ ഒരു മാംഗോ ട്രീ, മാങ്ങയുടെ ചെടി കൊണ്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ എടുക്കും അത് വളർന്ന് പന്തലിച്ച് മാങ്ങയൊക്കെ ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഒരു ട്രീയുടെ വളർന്ന് അതിൻ്റെ ഒരു മെച്യൂരിറ്റിയിൽ എത്തണമെങ്കിൽ നീണ്ട കാലയളവെടുക്കും.
അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ്. ഒരുപാട് വർഷം അത് ജീവിച്ചിട്ടാണ് അതൊന്ന് സ്ട്രോങ് ആയിട്ട് വരുന്നത്. ദേ ആർ ഡീപ്ലി റൂട്ടഡ് ഇൻ സോയിൽ. മണ്ണിൽ നല്ലോണം റൂട്ട്, അതിൻ്റെ വേര് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. സോ വി കോൺ കിൽ എ ട്രീ ബൈ എ സിംഗിൾ ജാബ് ഓഫ് നെയ്വ്. ഒരു സാധാരണ ഒരു കത്തി കൊണ്ട് നമ്മൾ മുറിച്ചാലൊന്നും അതിനെ നമുക്ക് മുറിക്കാൻ പറ്റില്ല. ദ പോയറ്റ് സേസ് ദാറ്റ് ദ ട്രീ ഹാവ് ഗ്രേറ്റർ പവർ ഓഫ് റിസലിയൻസ്. അതിന് തിരിച്ചു വരാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് വീണ്ടും പുതിയ പുതിയ ഇലകൾ മുളച്ചു വരും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങിയ മരമോ ഏതെങ്കിലും മരം ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ച് കുറച്ച് ഭാഗം മുറിച്ച് നോക്കിയാൽ അറിയാം, അവിടുന്ന് വീണ്ടും അത് പൊടിച്ചു വരുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇഫ് യു കട്ട് ഡൗൺ എ ട്രീ ദ ബ്ലീഡിങ് ബാർക്ക് വിൽ ഹീൽ ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് ന്യൂ സ്പ്രൗട്ട്സ് വിൽ അപ്പിയർ. അതിൻ്റെ കുറച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അവിടെ നിന്നെന്തോ ഒരു ലിക്വിഡായിട്ട് ഒരു വെള്ളം പോലെ സാധനം വരും, ഒരു കറ പോലെ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി വരും. റബ്ബറൊക്കെ കട്ട് ചെയ്യുന്നവർക്ക് കണ്ടിട്ടുള്ളവർ മനസ്സിലാവും, റബ്ബർ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കറ വരുന്നത്. അതുപോലെ എന്ത് കറ പോലെ വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് ഹീൽ എന്ന് വെച്ചാൽ അത് ഉണങ്ങും. നമ്മുടെ കയ്യിലൊക്കെ മുറിവുണ്ടായിട്ട് എങ്ങനെ ഉണങ്ങുന്നത് അതുപോലെ അത് ഉണങ്ങും. പിന്നെ അത് അവിടെ നിന്ന് പുതിയ ഇലകൾ മുറിച്ച് വരും. ഗ്രാജുവലി ഇറ്റ് വിൽ ഗ്രോ ബാക്ക് ടു ഇറ്റ്സ് ഫോർമർ സൈസ്. പിന്നെ ഒരു സാധാരണ മരം പോലെ ആവും. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അത് നല്ല പൊടിച്ചിട്ട് ആദ്യം കണ്ടിരുന്ന മരം പോലെ തന്നെ ഉണ്ടാവും. സോ ടു കിൽ എ ട്രീ ഇറ്റ്സ് റൂട്ട് ഈസ് ടു ബി പുൾഡ് ഔട്ട് ഓഫ് ദ ആങ്കറിങ് എർത്ത്. എന്തെങ്കിലും മരത്തിനെ മൊത്തമായിട്ട് കളയണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ, അതിൻ്റെ റൂട്ടോടുകൂടി വേരോടുകൂടി പിഴുത് എടുക്കണം. ഇറ്റ് ഈസ് ടു ബി റോപ്ഡ് ആൻഡ് പുൾഡ് ഔട്ട് ഓഫ് ദി എർത്ത് കേവ് കംപ്ലീറ്റ്ലി. ഇത് മണ്ണിൻ്റെ അടിയിൽ ആഴ്ന്നിറങ്ങിയുകൊണ്ട് താഴേനെ നമ്മൾ കുഴിച്ചിട്ട് അതിനെ വെളിയിലെടുക്കണം. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റാൻസ് ഒന്നുകൂടെ പറയാം. ഗീവ് പട്ടേൽ ഒരു ഫേമസ് റൈറ്ററാണ്. പിന്നെ ഗീവ് പട്ടേൽ പല എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ആക്ച്വലി ഗീവ് പട്ടേൽ ഒരു പെയിൻറ്ററും കൂടിയാണ്. പല കാര്യങ്ങളും പല ക്വാളിറ്റീസും ഉണ്ട് ഗീവ് പട്ടേലിന്. അപ്പോൾ ഗീവ് പട്ടേലിൻ്റെ പോയം ഉള്ള ഒരു വർക്ക്, ഒരു സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കില്ലിങ് എ ട്രീ. ഇവിടെ മരത്തിനോട് മനുഷ്യർ കാണിക്കുന്ന ക്രൂരതയെപ്പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മെസ്സേജാണ് മരം മുറിക്കരുതെന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ആരുടെ ഇല്ല ടെക്സ്റ്റ് ബുക്കും പേപ്പറൊക്കെ ഉള്ളവർ വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 സ്റ്റാൻസെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ ചിൽഡ്രൻ, സ്റ്റുഡൻസ്, ബൈ.